ആ മോനെ, നീ ഇടയില്ലേ? ഞാൻ എടുക്കുന്നുണ്ട്. നീ എൻ്റെ ഒപ്പം ഒരു സ്ഥലം വരെ വരണം. ശരി അച്ഛാ, ഞാൻ ഇപ്പോൾ വരാം. ആ, പെട്ടെന്ന് വാ. വാ, സാർ വിളിക്കുന്ന. ഞായറാഴ്ചയല്ലേ? ശരി, വരാം. ശരി. ഓക്കെ ശരി. സർ, എൻ്റെ പിഴയാണ് സർ. ഞാൻ ശ്രദ്ധിക്കണ്ടായിരുന്നു. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവുന്നില്ലല്ലോ. സർ, ഇതെൻ്റെ മകൻ രാഹുൽ. ഇവൻ്റെ ജോലി എന്താണെന്ന് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത്. ഇവൻ സ്കൂൾ കുട്ടികൾക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്യാൻ. ഞാൻ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ലാന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇവനെ കൊണ്ടുവന്നത്. സാർ, ഇവനൊന്ന് പരിശോധിക്കണം. അച്ഛൻ പറഞ്ഞ ശരി തന്നെടാ. സുമേഷേ, നോക്കിയേ. സാർ, എൻ്റെ ഇരുന്നില്ല സാർ. അടങ്ങിക്കിടാതെ സാർ, അച്ഛൻ വെറുതെ പറഞ്ഞു സാർ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടായിരിക്കും പെടാൻ പോകും. ഞാൻ നൈസായിട്ട് വരും. അറിയാലോ. ഞങ്ങളാരോടും പറയില്ല ബ്രോ. നമുക്ക് സാധനം കൃത്യമായിട്ട് എത്തിച്ചാൽ മതി. ഇതുവരെ ഞാൻ സാധനം കൃത്യമായിട്ട് എത്തിച്ചെന്ന്, ഇനിയും എത്തിച്ചു തരും. സാർ, സുമേഷേ, അവനെ മൊത്തത്തിൽ ചെക്ക് ചെയ്തേ. പിന്നെ ഇതിന്റെ സീരിയസ്നെസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അറിയാം സർ. എൻ്റെ മകൻ കാരണം എന്നെ ഒരു കുട്ടി നശിക്കാൻ പാടില്ല. നിയമം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഉള്ളിലെരിയുന്ന സൂര്യനെ ഓർത്തുപോയി ഇരുട്ടിലേക്കൊരു തണൽ തേടി ഞാൻ തനിച്ചു നടക്കുന്നു.